परं ब्रह्म तस्मै श्री गुरवे नमः. ഈ യോഗത്തിന് സ്വാഗതം പറയുന്നതിന് വേണ്ടി ഈ സഹായോഗത്തിന്റെ ബഹുമാന്യനായ വൈസ് പ്രസിഡന്റ് ശ്രീ വി പ്രസാദിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സഹോദര ശാഖയായ ഉളയക്കുന്ന് ഗുരുദേവ ക്ഷേത്രത്തിന്റെ 5ാമത്തെ പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ചുള്ള മഹാഘോഷയാത്രയാണ് ഇപ്പോൾ ഇവിടെ നിന്നും പുറപ്പെടാൻ പോകുന്നത്. അതിൻ്റെ പേരിലുള്ള ചെറിയൊരു സമ്മേളനമാണ് നടക്കുന്നത്. സമ്മേളനത്തിന് അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ശാഖയുടെ ബഹുമാനായ പ്രസിഡന്റ് ശ്രീ പി ഡി കാത്തുമണി അവர்களാണ്. സമയക്രമം മൂലം അദ്ദേഹത്തെ എത്രയും യുവത്വത്തോടുകൂടി ഏറ്റവും സ്വാഗതം ചെയ്തുകൊള്ളണം. ഒപ്പം തന്നെ മുളയക്കുന്ന് ശാഖയുടെ പ്രസിഡന്റ് ശ്രീമതി ഗിരിജ മോഹൻ അവരുടെ ഈ അവസരത്തിൽ ഈ സമ്മേളനത്തേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രീ സജി തന്ത്രി അവരുടെ വളരെ ആദരപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൃതജ്ഞത രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രീ പി എൻ രജു സെക്രട്ടറി മുളയക്കുന്ന് ശാഖയുടെ സെക്രട്ടറിയെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടാതെ ഈ താലപ്പൊലിയിൽ പങ്കെടുക്കുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ സുമനസ്സുകളെയും ശ്രീ ഗുരുദേവന്റെ നാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുദേവ ധർമ്മം ഇരിക്കട്ടെ. എല്ലാവർക്കും നമസ്കാരം. മുളയക്കുന്ന് ശാഖയുടെ 5ാമത് പ്രതിഷ്ഠാ വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഈ വർഷവും ഈ ശാഖയിൽ നിന്നും ഈ ഘോഷയാത്ര പോകുന്നതിന് അനുവാദം നൽകിയ ഇവിടുത്തെ മുളയക്കുന്ന് ശാഖയുടെ എല്ലാ അംഗങ്ങളോടും അതുപോലെ തന്നെ അതിൻ്റെ ഭാരവാഹികളോടും ഈ സഹായത്തിനുള്ള ഒരു നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. കാരണം അഡ്വാൻസായിട്ട് നന്ദി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ശാഖായോഗത്തിലെ ഗുരുമന്ദിരം ഇപ്പോൾ ഈ വർഷം ഏപ്രിൽ മാസത്തിന് ശേഷം നമ്മൾ പൊളിക്കുകയാണ്. പൊളിച്ചിട്ട് പുതിയതൊരെണ്ണം പണിയാനുള്ളതിൻ്റെ പടമാണ് ഫ്രണ്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്ത വർഷവും നമുക്ക് ഇവിടുന്ന് തന്നെ നിങ്ങൾ ഘോഷയാത്ര പോകാനുള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ടാവും, അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഉണ്ടാവും. അതുകൊണ്ട് അടുത്ത വർഷവും ഗുരുമന്ദിരം പൊളിച്ചെന്നും കണ്ട് മാറുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സഹോദര സ്ഥാപനം എന്നുള്ളതൊക്കെ എനിക്ക് മുളയക്കുന്നിലെ ബഹുഭൂരിപക്ഷം വീടുകളും സഹകരണങ്ങളെ എനിക്കറിയാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഞങ്ങളെയും അറിയാം. ഒരു പരസ്പര സഹകരണത്തോടുകൂടി എല്ലാ കാര്യത്തിലും ഈ ഇങ്ങനെയുള്ള പരിപാടികളിലൊക്കെ നമ്മുടെ SNDP യോഗത്തിൻ്റെ എന്ന പടവൃക്ഷത്തിൻ്റെ കീഴിൽ നമ്മുടെ ശക്തി വിളിച്ചോതുന്ന രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെക്കത്തക്ക രീതിയിൽ ആളുകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മുടെ എല്ലാ സഹകരണങ്ങളും ഉണ്ട്. നമ്മൾ വൈകിപ്പിക്കുന്നില്ല. ഏറ്റവും പെട്ടെന്ന് തന്നെ ഇതൊരു മീറ്റിംഗ് എന്നുള്ള രീതിയിലൊന്നും ഇല്ലെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. യോഗ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുളയക്കുന്ന് സഭയുടെ പ്രസിഡന്റ് ശ്രീമതി ഗിരിജാദേവി മോഹനെ ക്ഷണിക്കുകയാണ്. ഗുരുദേവ ചരണങ്ങളിൽ പ്രണാമം. ഇവിടെ കൂടിയിരിക്കുന്ന മുളയക്കുന്നിലെ ഈ ശാഖയുടെ എല്ലാവർക്കും വളരെ ഊഷ്മളമായ നമസ്കാരം. 3360 മുളയക്കുന്ന് ശാഖ ആദ്യം ഗുരുമന്ദിരമായിരുന്നു. അതിനുശേഷം അവിടെ പഞ്ചലോഹ പ്രതിഷ്ഠയോടുകൂടി ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും അവിടെ പുനരുദ്ധാരണം നടത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ 5 വർഷമായി. എല്ലാ വർഷവും ഞങ്ങൾ വളരെ ആഘോഷത്തോടെ 3 ദിവസത്തെ ഉത്സവം നടത്താറുണ്ട്. ഉത്സവത്തിൻ്റെ 3ാമത്തെ ദിവസം എണ്ണത്തിരിക്കാല ഘോഷയാത്ര അത് എല്ലാ തവണയും കാഞ്ഞിരക്കാട്ട് ശാഖയിൽ നിന്നാണ് ഞങ്ങൾ നടത്തി വരുന്നത്. ഇത്തവണയും ഇന്ന് തന്നെ നടത്തുന്നു. ഈ ശാഖയുടെ ഞങ്ങളുടെ സഹോദര ശാഖയായ ഈ കാഞ്ഞിരക്കാട്ട് ശാഖയുടെ സഹോദരവും സ്നേഹവും ഊഷ്മളമായ ഞങ്ങളോടുള്ള സ്വീകരണവും ഞങ്ങൾ വളരെ ഹാർദവമായിട്ട് സ്വീകരിക്കുന്നു. ഞങ്ങൾക്ക് അതിൻ്റെ നന്ദി എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ ഇവിടെ പുനരുദ്ധാരണം വരുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. ഇതാണ് ഞങ്ങളുടെ ശാഖയുടെ പുനരുദ്ധാരണത്തിന് ശേഷം. പുനരുദ്ധാരണം തുടക്കത്തിൽ തന്നെ ഞങ്ങൾക്ക് എല്ലാവിധ രീതിയിലും ആത്മീയമായിട്ടുള്ള എല്ലാ സഹായ സഹകരണങ്ങളും നൽകി ഇന്നും ഞങ്ങളുടെ ശാഖയുടെ തന്ത്രികളായിട്ട് മുഖ്യ തന്ത്രികളായിട്ട് നിലകൊള്ളുന്ന ബ്രഹ്മശ്രീ സജി തന്ത്രി അവരുകളാണ്. അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും സഹകരണവും ഞങ്ങളുടെ ശാഖയുടെ ഉന്നമനത്തിന് വളരെയധികം സഹായിച്ചിട്ടുണ്ട്. അത് ഞാൻ ഈ അവസരത്തിൽ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ എല്ലാ സ്നേഹത്തിനും മുമ്പിൽ ഞങ്ങൾക്ക് നന്ദിയുണ്ട്. ഗുരുദേവന്റെ ദർശനം അനുസരിച്ച് നമ്മൾ മുമ്പോട്ടേക്ക് പോകണം. നമ്മൾ സംഘടിച്ച് തന്നെ ശക്തരാവണം. നമ്മുടെ ഓരോ
വിളങ്ങണം, മിതവ്യയം പാലിക്കണം. നമ്മൾ ഉന്നതിയിലേക്ക് ഉയരുവാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ആസൂത്രണം ചെയ്യുകയും അത് നടപ്പിലാക്കുകയും ചെയ്യാൻ നമുക്ക് ഓരോരുത്തരുടെ മനസ്സിൽ അതിനുള്ള ഉത്സാഹം ഉണ്ടാവണം. ആരും പിന്തിരിയരുത്. നമുക്ക് ഓരോ ദിവസവും അടിവെച്ച് ഉന്നതികളിലേക്ക് ഉയരേണ്ടതായിട്ടുണ്ട്. ഇന്നത്തെ ഈ ഘോഷയാത്ര ഭംഗിയായിട്ട് നടക്കുവാൻ ഗുരുദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ഘോഷയാത്ര ഉദ്ഘാടനം ചെയ്യുന്നതായി ഗുരുദേവന്റെ നാമത്തിൽ എല്ലാവരുടെയും പേരിൽ ഞാനിവിടെ പറയുകയാണ്. നന്ദി, നമസ്കാരം. അടുത്തതായിട്ട് നമ്മുടെ ഈ ശാഖയിലെ ആദ്യമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന ആദ്യമായിട്ട് എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സജിത് തന്ത്രി അവരുടെ ഒരു അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ്. ദിവ്യപത്മാസനസ്ഥം വരദം വേഗസ്ഥം ഭാവവിദ്രം സഭാദം സുജനനിരസേയം വിചാരുകാരുണ്യനേത്രം ഗലികലുഷവിനാശം നൗമി നാരായണാഖ്യം ജന്മസംസാരവിച്ഛേദം ജ്ഞാനവിജ്ഞാനദായകം സമാധിസ്ഥം നരാചാര്യം ഗുരും നാരായണം ഭജേ. നമ്മുടെ കരുതക്കാട് ഗുരുദേവ ക്ഷേത്ര സമാരാധനായ പ്രസിഡന്റ്, സെക്രട്ടറി, പ്രസിഡന്റ്, കമ്മിറ്റി മെമ്പേഴ്സുകൾ, ഗുരുഭക്തരെ എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാരതീയ മഹർഷീശ്വരന്മാരുടെ ഉൾക്കൊള്ളുകൾ കണ്ട് ഈശ്വര ചൈതന്യം തളം കെട്ടി നിർത്തിയാൽ ഭൂമിയിലുള്ള സംസ്കൃത രാജരിൽ നിന്നും സുഖം ലഭിക്കുമെന്ന് മനസ്സിലാക്കി അറിഞ്ഞാണ് നമ്മുടെ മഹാഗുരു നമ്മുടെ കുലത്തിൽ ജനിച്ച് അവതരിച്ച് ഗുരുപരമായി തപസ് ചെയ്ത പ്രപഞ്ച രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് അരുവിപ്പുറത്തെ ശിവപ്രതിഷ്ഠ മുതൽ എല്ലാ ദേശങ്ങളിലും ഇന്ത്യ ഒട്ടാകെ ഭഗവാൻ പ്രതിഷ്ഠ ചെയ്ത് അവിടുത്തെ ആ അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും വളരുന്നതിന് വേണ്ടി ആത്മീയവും ഭൗതികവുമായി നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് പ്രതിഷ്ഠിച്ച് ആരാധിച്ച് നമുക്ക് വേണ്ടി കാട്ടിത്തന്ന സങ്കല്പമാണ് ക്ഷേത്രപ്രതിഷ്ഠ. ഓരോ കുടുംബങ്ങളിലും നമ്മളിൽ ഓരോരുത്തരിലും ലയിക്കുമ്പോൾ നമ്മളല്ലാത്തൊരവസ്ഥയിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കും. ആ മഹാഗുരുവിൻ്റെ അനുഗ്രഹം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം. നമ്മുടെ ഈ ക്ഷേത്രത്തിന് ഭഗവാന്റെ അനുഗ്രഹത്താലെ എല്ലാ മനോഹരമായ ക്ഷേത്രവും ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എല്ലാം നല്ല രീതിയിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ആരാധിച്ച് ആ അനുഗ്രഹം നമ്മുടെ ഈ ദേശത്തിനും കുടുംബങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാ വാക്കുകളും നിർത്തുന്നു. നമസ്കാരം. ഈ വൈകിയ വേളയിൽ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല. ആദ്യമായിട്ട് ഈ യോഗത്തിൽ ഇങ്ങനെ ഈ ഘോഷയാത്ര പുറപ്പെടാനുള്ള അവസരം നൽകിയ ഈ 3328 നമ്പർ SNDP ശാഖായോഗത്തിൻ്റെ ഭാരവാഹികൾക്ക് ഈ മുളയക്കുന്ന് ശാഖയുടെ നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തിയ നമ്മുടെ ബഹുമാന്യനായ തന്ത്രി സജിത് തന്ത്രികൾക്ക് ഈ കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം തന്നെ ഈ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രിയപ്പെട്ട ദാസമണി ചേട്ടന് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നമ്മുടെ ആരാധ്യയായ പ്രസിഡന്റ് ശ്രീമതി ഗിരിജാദേവി മോഹനും ഈ ശാഖായോഗത്തിൻ്റെ കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അതുപോലെ സ്വാഗതം ആശംസിച്ച ശ്രീ ശാഖായോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീ VD പ്രസാദിനും കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. നാരായണമൂർത്തി ഗുരുനാരായണ
ശ്രീ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. വാദങ്ങൾ ചെവിക്കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിതനായങ്ങു വസിപ്പൂ മല പോലെ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. വേദാഗമസാരങ്ങളറിഞ്ഞൊരു വന്താൻ ഭേദാദികൾ കൈവിട്ടു ജയിപ്പൂ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. മോഹാകുലരാം ഞങ്ങളെ അങ്ങയുടെ അടിപ്പൂ സ്നേഹാത്മകമാം പാശമതിൽ കെട്ടിഴപ്പൂ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. മഹാബഹുലക്ഷം ജനമങ്ങേ തിരുനാമ വ്യാരബലത്താൽ വിജയിപ്പൂ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. അങ്ങേ തിരുവുള്ളൂറിയൊരമ്പിൻ വിനിയോഗം ഞങ്ങൾക്കു ശുഭം ചേർത്തിടു നീ ഞങ്ങളുടെ യോഗം. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. ഇങ്ങും ജനചിത്തങ്ങളിണക്കി പ്രസരിപ്പൂ മങ്ങാതെ ചിരം നിൻ പുകഴ്പോൾ ശ്രീ ഗുരുമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ പരമാചാര്യ നമസ്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. സുഖം നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ. നാരായണമൂർത്തേ ഗുരുനാരായണമൂർത്തേ.
ഇരുളിലന്ധത്വമൊഴിച്ചാതിമഹസ്സിൻ നേരാം വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം. ആരാധ്യനതോർത്തിടുകിൽ ഞങ്ങൾ കവിടുന്ന നാരായണമൂർത്തി ഗുരുനാരായണമൂർത്തി. തൻപാർന്നവരുണ്ടോ പരവിജ്ഞാനികളുണ്ടോ വൻപാകെ വെടിഞ്ഞുള്ളവരുണ്ടോ ഇതുപോലെ മുൻപായി നിനൊച്ചൊക്കെയിലും ഞങ്ങൾ ഭജിപ്പൂ നിൻ പാവനപാദം ഗുരുനാരായണമൂർത്തി. അന്യർക്കു ഗുണം ചെയ്വതിനായുസ്സുവപുസ്സും ധന്യത്വമൊടങ്ങാത്മതപസ്സും ബലി ചെയ്വു. സന്യാസികളിൽ ഇങ്ങനെയില്ലമിയെന്നോ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തി. Thank you.